കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ നിലനിർത്തി UDSF. എല്ലാ ജനറൽ സീറ്റും UDSF നേടി. MSFന്റെ ഷിഫാന PK ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. സർവകലാശാലയിൽ MSF SFI സംഘർഷം. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഈ തിരഞ്ഞെടുപ്പിന് ശേഷം MSF SFI സംഘർഷം അത് ഏത് തരത്തിലാണ്? ഒപ്പം ഷിഫാന PK ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിത, ഇന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിൽ ജനറൽ സീറ്റിൽ മുഴുവനായും UDSF വിജയിച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് UDSFന്റെ പ്രവർത്തകർ വിജയാഘോഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയത്. വിജയാഘോഷം ഈ പ്രധാനപ്പെട്ട ക്യാൻറ്റീന് സമീപം എത്തുന്ന സമയത്താണ് ഇവിടെ SFI പ്രവർത്തകരും ഉണ്ടായിരുന്നു. അങ്ങനെ SFI MSF പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലേറും മറ്റുള്ള വസ്തുക്കളും ഒക്കെ തന്നെ എറിയുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്പസമയം നേരം ഈ സംഘർഷം നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. അതിൽ 5 സീറ്റിലും UDSF വിജയിച്ചിരിക്കുകയാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് PK ഷിഫാനിയാണ് വിജയിച്ചത്. വൈസ് ചെയർപേഴ്സൺ SC മുഹമ്മദ് ഇർഫാനാണ്. ലേഡി വൈസ് ചെയർപേഴ്സൺ നാഫിയ ബിറ എന്ന പെൺകുട്ടിയാണ്. ജനറൽ സെക്രട്ടറി V സുഫിയൻ. അങ്ങനെ ഈ 4 സീറ്റിലും MSF ആണ് മത്സരിച്ചത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻഷർ റോയും അത് KSU പ്രതിനിധിയാണ്. ബാക്കിയുള്ള ജില്ലാ റപ്പുമാരിലാണ് SFIക്കും വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോലീസ് ഒരുക്കിയിരുന്നത്. 1000 പോലീസ് ഈ ക്യാമ്പസിൽ വിന്യസിക്കപ്പെട്ടിരുന്നു. 5 DYSPമാർ, 20 CIമാർ, 100ഓളം SIമാരുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സുരക്ഷയായിരുന്നു ഒരുക്കിയതെങ്കിലും വൈകുന്നേരത്തോടു കൂടിയാണ് നേരിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായത്. പ്രവിത. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.